അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും വന്നെന്ന് പറഞ്ഞപ്പോൾ മാമനും മാമൻ്റെ 2-3 കുട്ടികളും പിന്നെ മാമിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈറ്റ് ആയപ്പോൾ അതാ കുട്ടികളായിട്ട് എല്ലാവരും കൂടി ഒന്ന് ആഘോഷിക്കുകയാണ്. അവർ പൂത്തിരി പൊട്ടിക്കലും പടക്കം പൊട്ടിക്കലും അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നാളെ എൻ്റെ മൂത്ത താത്ത പോവും, മറ്റന്നാൾ ഞാൻ പോവും. പിന്നെ രണ്ടാമത്തെ താത്ത എന്നാൽ പോവാമെന്ന് തീരുമാനിച്ചിട്ടില്ല. അവൾ ചിലപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടോ, മാമനൊക്കെ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദാ മൂത്ത താത്താൻ്റെ കല്യാണ വീഡിയോസ് ഇരുന്ന് കാണുക കേട്ടോ. ഇതിൻ്റെ ആങ്ങളയാണ്, പിന്നെ അതിൻ്റെ നടുവിലുള്ളത് എൻ്റെ മാമൻ്റെ മോളാണ്, അതിൻ്റെ അപ്പുറത്തുള്ളതും വേറെ മാമൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ആ വലിയ ആളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ ആളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എൻ്റെ കുഞ്ഞാമാൻ്റെ മോനാണ്. ആളൊക്കെ ഇപ്പോൾ വലുതായിട്ടാണ്, അവരൊക്കെ ഇപ്പോൾ ജോലിയൊക്കെ ആയി ഗൾഫിലൊക്കെയാണ്. അതിനപ്പോൾ അതാ കുറച്ച് നൊസ്റ്റാൾജി വീഡിയോസുകളൊക്കെ ഇരുന്ന് കണ്ട് ഇനി എന്താ പറയുക, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങാൻ പോകണം. എന്താ പണി? ഗ്രേവിയാ വന്നില്ല, ഗെയിം കളിക്കുകയാണ് ഗെയിം. അപ്പോൾ ഇതാ നേരത്തെ ഞാൻ ദോശ ചിക്കൻ കറി കേട്ടോ. ഇപ്പോൾ സമയം 11 മണിയായി. അസ്മി കുട്ടനെയും ചായ കുടിച്ചില്ലടാ? കുടിച്ച്. ചായയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ പോപ്കോൺ ഞാൻ ഇന്നലെ വാങ്ങിയില്ല, അതാണ് കേട്ടോ. ഇവിടെ നോക്കിക്കാ, നോക്കിക്കാ എച്ചിനെ നോക്കിക്കാ, ഇന്നെ നോക്ക്. മഞ്ഞപ്പൊടി ഇടണ്ട, അതിലുണ്ട്. റാജിക്കുട്ടിയുടെ ഇരുന്നാ അല്ലോ, റാജിക്കുട്ടി കൊടുക്ക്. ഇതെന്താ തെറ്റി? കൊടുക്ക് റാജി, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഇനി എച്ചിനെ നോക്കിക്ക, എല്ലാരും എച്ചിനെ നോക്കിക്കാ. എന്നാ നോക്ക് നോക്ക്. അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അമ്മ ഇന്ന് താത്ത പോവില്ല, അപ്പം അമ്മ പായസം ഉണ്ടാക്കിട്ടോ. അപ്പോൾ ആ പായസം കുടിക്കുന്നു. ഈ എന്താ പായസം കഴിക്കാ? നീ പായസം എന്താ പനിയാണ് വെച്ചിട്ട് പായസം കുടിച്ചാൽ എന്താ കുഴപ്പം? നോക്കിയാ എന്നാ ഇങ്ങോട്ട് നോക്കിക്കാ. അങ്ങനെ എല്ലാവരുടെയും ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ താത്ത പോകാൻ നിൽക്കണേ. ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടാവും. ഇപ്പോൾ ഉപ്പ കൊണ്ടാക്കി കൊടുക്കും അവളെ. അപ്പോൾ അവൾ പോകില്ല വെച്ചിട്ട് ഇതാ പിന്നെ പൊറോട്ട കൊണ്ടുവന്നു, ചിക്കൻ കറി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ വേറെന്തോ ചിക്കൻ പൊരിച്ചതുണ്ടോ എന്ന് എനിക്ക് സംശയം, അറിയില്ല കേട്ടോ, ഓർമ്മയില്ല. അങ്ങനെപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പൊറോട്ട കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ചായ, പിന്നെ ഇതെന്തോ ഒരു മിച്ചർ, അപ്പോൾ അതും കൂടിയാണ്. അങ്ങനെ താത്ത പോയി, ഞാൻ നാളെ രാവിലെ പോകട്ടോ. ഹലോ, അപ്പം ഞാനിതാ മാണിയങ്കാട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ നിന്ന് നേരത്തെ വന്ന് 8 മണിക്ക് തന്നെ വന്നിട്ടോ. പിന്നെ 9:30 വരെ കുറ്റിപ്പുറം ടൗണിൽ പോയിരിക്കണ്ടല്ലോ വെച്ചിട്ട് ഉപ്പാൻ്റെ കടയിൽ ഇരിക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്നലെ പ്രത്യേകിച്ച് വീഡിയോസുകളൊന്നും എടുത്തില്ല, ഫുഡിൻ്റെ വീഡിയോസ് മാത്രമേ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അസ്മിക്കുട്ടൻ്റെ ഓരോരോ പ്രായങ്ങളാണ്. അപ്പോൾ എനിക്കിനി മാണിയങ്കാട്ടിക്ക് പോകണം. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. എന്ത് പല്ലേ ചൂട് ചേച്ചാ? എന്നാ തുറത്തു ബാ. അതാക്കി വിഷുവിൻ്റെ തിരക്കാണ് കേട്ടോ. ഉപ്പുമുളകാ? അത് എരിയും പൊന്നും ഉപ്പുമുളകും വേണ്ട, എരിയും ഇത് കഴിക്കേ തിന്നിട്ടേ. അപ്പോൾ ഇതാ ഓനെന്നെ ഉപ്പും മുളകൊക്കെ കൊടന്ന് ഉണ്ടോ, ഞങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാ കഴിക്കും. ഇനി എരിവുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുണ്ട്, സൂപ്പർ. എന്താണ് എരിവില്ല എന്നാ? എരിവില്ലേ കഴിക്ക്. അപ്പോൾ അതെ നല്ല മഴ ഉണ്ട് കേട്ടോ. രാവിലെയൊക്കെ ഭയങ്കര ഇടിയായിരുന്നു, പിന്നെ ചെറുതായിട്ടൊരു മഴ ചാറുള്ളൂ. കാലാവസ്ഥ ഒന്ന് അനുകൂലമാവുമെന്നറിയില്ല. കറണ്ട് പോയ പണി വാളും. എൻ്റെ തയ്ക്കൽ ഇത്തിരി ഡേഞ്ചറാവും. അയ്യോ, നല്ലൊരു മൂടിക്കെട്ടിൽ, കുഴപ്പമില്ല, നല്ലൊരു ഇളം തണുപ്പ്. എന്തിന്? അഞ്ചിനോട് പോകാൻ പറ്റില്ല. ഇന്ന് സ്കൂൾ പോകണോ? ഇല്ല, ആരാ പറഞ്ഞേ?
ഇതല്ല ഫോണിനാണ് കേട്ടോ, ഫോൺ കുട്ടികൾ കളിക്കില്ലേ കളിക്കുക. എന്താ ഞാനിപ്പോൾ സമയം 3:45 ഞാൻ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അതാ എൻ്റെ ഇടയിൽ പഴം വാങ്ങി ഞാൻ വാങ്ങി അതിൻ്റെ കൗത്ത് പഞ്ഞോ കുറച്ച് ചിപ്സ് വാങ്ങിട്ടോ. ചിപ്സ് വാങ്ങിന അടിപൊളി ചിപ്സാണ്, ഫ്രഷ്. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇതാ ഞാൻ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചാ സമൂസ കാണിക്ക് നല്ല പോലെക്ക്. ആ ചിക്കനല്ല പച്ചക്കറി. ഇതേ ഇപ്പോൾ ഞാൻ പഴം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് സമൂസ ഓടുന്ന ദർശു. ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. കാണാതെ അപ്പോൾ അത് ഞാൻ കുറച്ച് നേരത്തെ വന്നു കേട്ടോ. പിന്നെ അപ്പോൾ വിചാരിച്ച് നമ്മളെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാന്ന്. മാങ്ങ വീഴുന്നുണ്ട്, അതെ കേടാണ് കേട്ടോ. ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട് ഇവിടെ, കാണാനുണ്ടോ? മാങ്ങപ്പോഴും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഹസ്മിയോട്ടം കളിക്കാൻ പോയിക്കുന്ന പാടത്ത് ചെക്കന്മാരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഉമ്മ എന്തോ വിറകുമണിയിലാകും. ഞാൻ പോണില്ല. അപ്പം ഉമ്മ അവിടെ എന്തോ വിറകുമണിയിലാണ്. അപ്പം ഞാനങ്ങ് പോട്ടെ കേട്ടോ. അപ്പോൾ ഇത്രക്കുള്ളൂ വീഡിയോ. ചെക്കന്മാർ അവിടെ ഭയങ്കര കളിയിലാണ്. ഓക്കെ ബൈ.